125 സങ്കീർത്തനം ഇതിൻ്റെ തലക്കെട്ടിൽ ആരാന്ന് എഴുതിയിട്ടില്ല. അപ്പം ഞാൻ റെഫർ ചെയ്ത സമയത്ത് 120 മുതൽ 134 സങ്കീർത്തനം വരെയുള്ള സങ്കീർത്തനം ആരോഹണ സങ്കീർത്തനങ്ങളാണെന്ന് നമ്മൾ ഹെഡിൽ കാണാൻ സാധിക്കും. ഇതിൽ 4 ദാവീദിൻ്റെയും 1 ശലോമോൻ്റെയും. പിന്നെ ഞാൻ ഒന്നുകൂടെ വായിച്ചപ്പോൾ ഇത് ദാവീദിൻ്റെ ആയിരിക്കാം എന്ന് ബൈബിൾ റെഫറൻസ് നോക്കിയപ്പോൾ, ബൈബിൾ സ്റ്റഡി ബുക്കിൽ നോക്കിയപ്പോൾ അങ്ങനെ ഒരു കമൻറ്റ് കാണാൻ സാധിച്ചു. ഞാനിത് മനസ്സിലാക്കിയ രീതി എന്ന് പറയുന്നത് ഇതിനെ 4ആയിട്ട് ഞാൻ തരംതിരിച്ചിരിക്കുകയാണ്. അതിൽ 1ഉം 2ഉം വാക്യങ്ങൾ എന്ന് പറയുന്നത് ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് കിട്ടുന്ന സുരക്ഷ, അവർക്കുള്ള അനുഗ്രഹങ്ങൾ, ആ ഒരു ഭാഗമായിട്ടാണ്. പിന്നെ 2ാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് 3ാമത്തെ വാക്യത്തിനാണ്. അതായത് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്കുള്ള ഒരു പ്രോമിസ് ആയിട്ടാണ് ഞാൻ ആ 3ാമത്തെ വാക്യത്തെ കാണുന്നത്. പിന്നെ 4ാമത്തെ വാക്യം ഒരു സങ്കീർത്തനകാരൻ്റെ പ്രാർത്ഥനയായിട്ടും 5ാമത്തെ വാക്യം അതിലൊരു മുന്നറിയിപ്പുമായിട്ടാണ് ഞാൻ ആ വാക്യങ്ങളെ തരംതിരിച്ചിരിക്കുന്നത്. നമുക്ക് 1ാമത്തെ വാക്യം വായിക്കാം. ഈ സിയോൻ പർവ്വതത്തെ കുറിച്ച് ഞാൻ നോക്കിയപ്പോൾ സിയോൻ പർവ്വതം എന്ന് പറയുന്നത് ദാവീദിന്റെ അവിടെ ദാവീദിന്റെ നഗരമായിരുന്നു എന്ന് പറയുന്നു. അതുപോലെ തന്നെ ദൈവമായ യഹോവ വസിക്കുന്ന ഇടം, ദൈവ രാജാവായി ഇരിക്കുന്ന ഇടം, അങ്ങനെ നമ്മുടെ ബൈബിളിൽ കുറേ വാക്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ആ ഒരു പർവ്വതത്തെക്കുറിച്ച് അങ്ങനെയാണ് പറയാൻ സാധിക്കുന്നത്. പക്ഷെ ഞാൻ ഇതിൽ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം, യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്ക് നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു. അതായത് നമ്മുടെ ചുറ്റിനും എന്തു വന്നാലും, അല്ലെങ്കിൽ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുകയാണെങ്കിൽ നമ്മുടെ സുരക്ഷ, നമ്മൾ ക്രിസ്തുവിലാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം നമ്മൾ പാറമേല പണിത് എങ്കിലും എന്ത് ചെയ്യും, നമുക്കൊരു കുലുക്കം ഉണ്ടാകാൻ ഇടയായിത്തീരില്ല. അതായത് ആശ്രയം നമ്മൾ ദൈവത്തിലാണ് വെച്ചിരിക്കുന്നെങ്കിൽ നമ്മൾക്ക് എന്ത് പ്രതിസന്ധി നമ്മൾ ചുറ്റിനും വന്നാലും നമ്മൾ കുലുങ്ങാൻ ഇടയായിത്തീരില്ല. അതിന് ഉദാഹരണമായിട്ട് എൻ്റെ മനസ്സിൽ വന്നത് ഉൽപ്പത്തിയിൽ നമ്മുടെ നോഹയുടെ കാര്യമാണ്. നോഹ ഉൽപ്പത്തി 6:9 ഒന്ന് വായിക്കാവോ? നോഹയുടെ വംശപാരമ്പര്യം എന്തെന്നാൽ 6:9. നോഹയുടെ വംശപാരമ്പര്യം എന്തെന്നാൽ നോഹ നീതിമാനും തന്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. നോഹ ദൈവത്തോടു കൂടെ നടന്നു. ഓക്കെ, ഈ വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും നോഹ ജീവിച്ചിരുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ വളരെ മോശപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു. പക്ഷെ അവൻ ദൈവത്തിൽ ആശ്രയിച്ചത് കൊണ്ട് അവിടെ വന്ന ആ ഒരു എന്താ പറയുക, ആ വെള്ളത്തിൽ അല്ലെങ്കിൽ ആ വെള്ളപ്പൊക്കത്തിന് ആ ബുദ്ധിമുട്ടിൽ അതിൽ നിന്ന് എന്ത് ചെയ്തു, അവന് ദൈവം രക്ഷിച്ചു, അവനെ എവിടെ എത്തിച്ചു, ഒരു അരാരാത്ത് പർവ്വതത്തിൽ ഉറക്കാൻ ഇടയായിത്തീരുന്നു അവൻ്റെ പെട്ടകം. അപ്പം ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം, നമ്മൾ ദൈവസന്നിധിയിൽ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റിനും നടക്കുന്ന എന്ത് വന്നാലും നമ്മൾ ദൈവത്തിൽ ഉറച്ച് നമ്മൾ ഏത് സമയത്തും കുലുങ്ങാതെ നിൽക്കാൻ ഇടയായിത്തീരും. ഈ ലൂക്കോസിൽ നമുക്ക് പറയുന്നൊരു കാര്യമുണ്ട്. ലൂക്കോസ് 6:40 നമുക്കിങ്ങനെ കാണാൻ സാധിക്കും. നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു ഭാഗമാണ് പാറമേൽ പണിത വീടും മണലിന്മേൽ പണിത വീടും. പക്ഷെ അതിനകത്ത് നമുക്ക് അവരെ ചുറ്റിനും പല പ്രതിസന്ധികൾ വന്നപ്പോൾ എന്തുണ്ടായി, മണലിൽ പണിത വീടും താഴോട്ട് പോയി, പാറമേലുള്ളത് ഉയർന്നു തന്നെയുണ്ട്. അതായത് ക്രിസ്തുവിനെ കൂടാതെ നമ്മൾ എന്ത് പണി ചെയ്താലും, അല്ലെങ്കിൽ ക്രിസ്തുവിനെ കൂടാതെ നമ്മൾ എന്ത് കാര്യം ചെയ്താലും അതിൻ്റെ അവസാനം എന്തായിരിക്കും, നിലംപരിചയാവാൻ ഇടയായിത്തീരും. നമ്മൾ സങ്കീർത്തനം 22 ഇങ്ങനെ, സങ്കീർത്തനം 55:22 കാണും, നിന്റെ ഭാരം യഹോവന്മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും, നീതിമാൻ കുലുങ്ങി പോകാൻ ഒരു നാളും സമ്മതിക്കുക. അപ്പം നമ്മൾ ദൈവസന്നിധിയിൽ കടന്നു വരികയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഭാരത്തോടെ ആയിരിക്കുകയാണെങ്കിൽ, നമ്മുടെ ഭാരം നമ്മൾ മറ്റുള്ളവർ പറയുന്നതിനായിട്ട് കൂടുതൽ നമ്മുടെ ഭാരം നമ്മൾ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റിനും നമുക്ക് എന്ത് പ്രതികൂലം വന്നാലും നമ്മൾ കുലുങ്ങി പോകാൻ ഇടയായിത്തീരില്ല. ഓക്കെ, സങ്കീർത്തനം 16:8 ഒന്ന് വായിക്കാവോ? ഈ വാക്യത്തിൽ പറയുന്ന പോലെ നമ്മൾ പഴയ നിയമത്തിൽ നോഹ, ആനോക്ക് അവരൊക്കെ നോക്കുകയാണെങ്കിൽ അവർ ദൈവത്തോട് കൂടെ നടന്നു, അല്ലെങ്കിൽ ദൈവത്തിൽ ആശ്രയിച്ച് നടന്നുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, അവരുടെ മുന്നിൽ വന്ന പ്രതിസന്ധികളിലൊന്നും അവർ തളർന്നില്ല, അവർ കുലുങ്ങാതെ ദൈവസന്നിധിയിൽ നിൽക്കാൻ ഇടയായിത്തീർന്ന് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഞാൻ കുറച്ച് റെഫറൻസുകൾ പറയാം. സാംസ് 146:3, ജെറമിയ 9:4, മീക 7:5, ലൂക്ക് 15:15, സദൃശ്യ 11:28. ഇങ്ങനെ പല വാക്യങ്ങളിൽ ലോകത്തിലെ പല ആശ്രയങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. പക്ഷെ ഈ ആശ്രയങ്ങളൊന്നും നമുക്ക് ശാശ്വതമല്ല. നമുക്ക് ആകെ കൂടെ ശാശ്വതം, അല്ലെങ്കിൽ നമുക്ക് സ്ഥിരമായി നമ്മൾ താണു പോവാതെ ഉറച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു ഇടം മാത്രമുള്ളൂ, അത് യേശുക്രിസ്തു ആവുന്ന പറയൽ മാത്രമായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് 125 രണ്ടാമത്തെ വാക്യം വായിക്കാം.
ഇവിടെ പറയുന്നു യെരുശലേമിനെ യെരുശലേമിൽ തന്റെ ശത്രുക്കളിൽ നിന്ന് ദൈവം ഒരു പർവ്വതം പോലെ പ്രൊട്ടക്ഷൻ ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ യഹോവയിൽ ആശ്രയിക്കുന്നവർ അല്ലെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ ദൈവം ഒരു പ്രൊട്ടക്ഷനിലൂടെ നമ്മളെ കാക്കും എന്നാണ് ഇവിടെ പറയാനിടയായി തരുന്നത്. സങ്കീർത്തനം 34:7 ഒന്ന് വായിക്കാവോ? ഓക്കെ, ഈ വാക്യത്തിൽ കാണാൻ സാധിക്കും യഹോവയുടെ ദൂതൻ തന്റെ ഭക്തന്മാരെ ചുറ്റും പാളയം ഇറങ്ങി അവനെ വിടുവിക്കുന്നു. അപ്പോൾ നമുക്ക് അറിയാവുന്നതാണ് ദാനിയേൽ അല്ലെങ്കിൽ എബ്രായ ബാലന്മാരെ നോക്കുകയാണെങ്കിൽ അവരുടെ ചുറ്റും പ്രതിസന്ധികൾ ഒത്തിരി വന്നു. പക്ഷേ അവർ ദൈവത്തിൽ ആശ്രയിച്ചതുകൊണ്ട് അവർ സിംഹക്കുഴിയിലും അല്ലെങ്കിൽ എരിയുന്ന തീച്ചുളയിലും അവരുടെ ശരീരം വെന്തു പോകാതെ അല്ലെങ്കിൽ അവരുടെ ശരീരത്തിന് കേട് പറ്റാതെ പുറത്തു വരാൻ ദൈവം അവരെ സഹായിച്ചു. ഓക്കെ, അത് അവർ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മാത്രമാണ് അങ്ങനെ സംഭവിക്കാനിടയായി തീർന്നത്. പിന്നെ എന്നെ വേറെ ഒന്ന് ചിന്തിപ്പിച്ചൊരു കാര്യം, 2 രാജാക്കന്മാർ 6:16-17 ഒന്ന് വായിക്കാവോ? അതിന് അവൻ, പേടിക്കേണ്ട, നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികം എന്ന് പറഞ്ഞു. പിന്നെ എലീശ പ്രാർത്ഥിച്ചു, യഹോവേ, ഇവൻ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണ് തുറക്കണമേ എന്ന് പറഞ്ഞു. യഹോവ ബാലിക്കാരന്റെ കണ്ണ് തുറന്നു. എലീശയുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. ഓക്കെ, ഈ വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അരാം രാജാവ് എലീശന്റെ പിടിക്കാൻ വേണ്ടി എലീശന്റെ അവരുടെ ചുറ്റും പാളയം ഇറങ്ങി നിന്ന സമയത്ത് ഗേഹസി പേടിച്ചു പോയി, അതായത് എനിക്ക് കുലുങ്ങിപ്പോയെന്ന് പറയാം അവൻ. പക്ഷെ ആ ദൈവത്തിൽ ആശ്രയിച്ചില്ല. അപ്പോൾ എലീശ പ്രാർത്ഥിച്ചപ്പോൾ ഗേഹസിയുടെ കണ്ണു തുറന്ന് ഗേഹസി ആ ചുറ്റിനുമുള്ള ആ രഥത്തെയും കുതിരകളെയും കാണാനിടയായി തീർന്നു. അതുപോലെ തന്നെ നമ്മൾ തളർന്നു പോകുമ്പോൾ നമ്മൾ ആശ്രയം ദൈവത്തിൽ വെച്ച് ഒന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റും ആരാ ഉള്ളത് എന്നുള്ള നമുക്കൊരു ബോധ്യം നമുക്ക് വരുവാനിടയായി തീരും. അതിൽ നമ്മൾ തളർന്നു പോകാൻ ഇടയായി തീരില്ല. പിന്നെ നമുക്ക് ഇയ്യോബിന്റെ പുസ്തകത്തിലെ 1-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം ഒന്ന് വായിക്കാം. നീ അവനും അവന്റെ വീട്ടിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ? നീ അവന്റെ പ്രവൃത്തി അനുഗ്രഹിച്ചിരിക്കുന്നു, അവന്റെ മൃഗസമ്പത്ത് ദേശത്തിൽ മതി. ഇതിനകത്ത് കാണാം ഇയ്യോബിന് ചുറ്റും ദൈവം ഒരു വേലി കെട്ടിയതായി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളെ പ്രൊട്ടക്ഷൻ ചെയ്യാൻ വേണ്ടി എന്താ പറയുക, മാനുഷികമായി നമുക്ക് കാണാൻ പറ്റില്ലെങ്കിലും ദൈവം നമുക്ക് വേണ്ടി ഒരു പ്രൊട്ടക്ഷൻ വലയം വെച്ചിട്ടുണ്ടെന്ന് നമുക്കൊരു ബോധ്യം വേണം. പക്ഷെ ഇത് പൊളിച്ച് നമുക്ക് പുറത്തു വരാൻ പറ്റും. എങ്ങനെയാ? നമ്മൾ സ്വയമേ അത് പൊളിച്ചിട്ട് നമുക്ക് പുറത്തു വരാൻ പറ്റും. ദൈവമായിട്ട് പൊളിക്കുന്നതല്ല, പക്ഷെ നമുക്ക് നമ്മുടെ പ്രവൃത്തി കൊണ്ട് അത് പൊളിച്ച് പുറത്തു വരാൻ പറ്റും. അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നമുക്ക് മാത്രമായിരിക്കും. അത് നമുക്ക് തിരിച്ചു വരേണ്ട ഉത്തരവാദിത്വം നമ്മുടെ തന്നെയാണ്, അല്ലെങ്കിൽ കടമ നമ്മുടെ തന്നെയാണ്. ഓക്കെ, പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ധൂർത്തപുത്രനെ നോക്കുകയാണെങ്കിൽ അവൻ എന്ത് ചെയ്തു? അവൻ തന്റെ ആ പിതാവിന്റെ സംരക്ഷണയിലായിരുന്ന ആ വേലി പൊളിച്ച് അവൻ പുറത്തുപോയി എന്ത് ചെയ്തു? അവൻ പലതിലും ആശ്രയിക്കാൻ ഇടയെത്തുന്നു. പക്ഷെ അവന് മനസ്സിലായി തിരിച്ചു വന്നാലാണ് തനിക്കുള്ള തെറ്റ് മനസ്സിലാക്കി തിരിച്ചു വന്നപ്പോൾ എന്തുണ്ടായി? അവന് അനുഗ്രഹങ്ങളുണ്ടായി. അവൻ ആ ദൈവത്തിന്റെ ആ പ്രൊട്ടക്ഷൻ, പിതാവിന്റെ പ്രൊട്ടക്ഷനിലാവാൻ അവന് ഇടയായി തീർന്നു. ഇതുപോലെ പിന്നെ നമ്മൾ ഈ യോബിന്റെ ബുക്കിൽ തന്നെ നോക്കുകയാണെങ്കിൽ സാത്താൻ ദൈവത്തോട് ചോദിച്ച ചോദ്യമുണ്ട്, നീ യോബിന് പ്രൊട്ടക്ഷൻ നൽകിയത് കൊണ്ടാണ് ദൈവത്തിൽ വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷെ ദൈവം എന്ത് ചെയ്തു? ദൈവത്തിനൊരു ഉറപ്പുണ്ടായിരുന്നു തന്റെ യോബ് ഇതിൽ നിന്ന് തെറ്റിപ്പോവാൻ ഇടയാത്തില്ല. അതുകൊണ്ട് അവന് വേലി ഒന്ന് ചെറുതായി ഒന്ന് പൊളിച്ചു കൊടുത്തു. സാത്താൻ കയറി ഇടപെട്ടെങ്കിലും അത്രയും പ്രയാസത്തിലും അത്ര ബുദ്ധിമുട്ട് വന്നപ്പോൾ എന്തുണ്ടായി? താൻ തളർന്നു പോയില്ല. ആ ഒരു ഉറപ്പുള്ളത് കൊണ്ട് മാത്രമാണ് ദൈവം ആ ഒരു ചെറുതായ ഒരു വേലി പൊളിച്ചു കൊടുക്കാൻ ഇടയായിത്തീരുന്നത്. പിതാവിന് നമ്മളെക്കുറിച്ചും അങ്ങനെ ഒരു ഉറപ്പുണ്ടോ എന്ന് നമ്മൾ ചോദ്യം ചെയ്യാൻ ഇടയായിത്തീരണം. ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ ഒരിക്കലും നിലം പരിചയാവാൻ ദൈവം അനുവദിക്കില്ല. അതിന് ഒത്തിരി ഉദാഹരണമാണ് ഇയ്യോബിന്റെ ജീവിതം നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ തീരുമാനങ്ങളാണ് നമ്മളുടെ വേലിക്ക് പുറത്തു പോകണോ അകത്ത് പോകണോ എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത്. പിന്നെ 125-ാം സംഗീതം അതിന്റെ 3-ാമത്തെ വാക്യം വായിക്കാം. നീതിമാന്മാർ നീതികേടിലേക്ക് കൈ നീട്ടാതിരിക്കേണ്ടതിന് ദുഷ്ടന്മാരുടെ ചെങ്കോൽ നീതിമാന്മാരുടെ അവകാശത്തിന്മേൽ ഇരിക്കുകയില്ല. ഓക്കെ, ഈ വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, പിതാവായ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവം നൽകിയിരിക്കുന്ന വാഗ്ദത്തങ്ങളുടെ മേലെ അല്ലെങ്കിൽ അവകാശത്തിന്റെ മേല് ദുഷ്ടന്റെ ചെങ്കോൽ ഇരിക്കയില്ലെന്നാണ് ഈ വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് നമ്മൾ ലോകത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ പിതാക്കന്മാര് തന്റെ മക്കൾക്ക് എന്ത് ചെയ്യും? അവര് സ്വത്ത് ഷെയർ ചെയ്യുന്ന കാണാൻ സാധിക്കും. അത് അന്യർക്ക് വന്നിട്ട് അന്യർക്ക് അതിനകത്ത് എന്താ പറയാ, അന്യർക്ക് അതിനകത്ത് വന്ന് ഇടപെടാനോ അല്ലെങ്കിൽ അതിനകത്ത് പവർ പറയാനോ ഒന്നും സാധിക്കില്ല. അതുപോലെ തന്നെ പിതാവായ ദൈവം, നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഏവർക്കും അല്ലെങ്കിൽ നമ്മുടെ പിതാവായിരിക്കുന്ന ദൈവം നമുക്ക് തന്നിരിക്കുന്ന ചില അവകാശങ്ങളിൽ ദുഷ്ടന് അതിനകത്ത് കണക്ക് പറയാനോ അല്ലെങ്കിൽ അവകാശം പറയാനോ സാധിക്കുകയില്ല.
നമ്മൾക്ക് ഈ സാത്താൻ എന്ന് പറയുന്ന ശത്രു എത്ര പ്രബലനായിരുന്നാലും, പക്ഷെ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുകയാണെങ്കിൽ നമ്മുടെ അവകാശത്തെ ആരും തട്ടിക്കളയില്ല. അതിന് ദൈവം നമുക്ക് പ്രൊട്ടക്ഷൻ നൽകാൻ ഇടയായി തീരും. ഉൽപ്പത്തി 31:42 വാക്യം, അതിന്റെ അവസാന ഭാഗത്തിൽ നമുക്കൊരു വാക്യം അതിന് വായിക്കാം. പിതാവിന്റെ ദൈവമായ അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ഭയവുമായവൻ എനിക്കില്ലാതിരുന്നുവെങ്കിൽ നീ ഇപ്പോൾ എന്നെ വെറുതെ അയച്ചു കളയുമായിരുന്നു. ദൈവം എന്റെ കഷ്ടതയും എന്റെ കൈകളുടെ പ്രയത്നവും കണ്ടു കഴിഞ്ഞ രാത്രി ന്യായം. ഇവിടെ നമുക്ക് ഈ സ്റ്റോറികളൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. ലാബൻ യാക്കോബിന്റെ അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ അവകാശങ്ങൾ പലതവണയായി മാറ്റി പോയെങ്കിലും ദൈവം അവനെ കണ്ടതുകൊണ്ട് അല്ലെങ്കിൽ ദൈവത്തിൽ അവൻ ആശ്രയിച്ചതുകൊണ്ട് അവന്റെ അവകാശം അവന് ലഭിക്കാൻ ഇടയായി തീരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം നമ്മുടെ അവകാശങ്ങൾക്കെതിരെ ഈ വാക്യത്തിലൂടെ, ഈ സങ്കീർത്തനത്തിലൂടെ നമുക്ക് വരുന്ന ഒരു ഉറപ്പുണ്ട്. നമ്മുടെ അവകാശത്തിനെതിരെ പിശാചിന് അല്ലെങ്കിൽ സാത്താന് തന്റെ ചെങ്കോല് നീട്ടാൻ സാധിക്കുകയില്ല. നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുകയാണെങ്കിൽ അത് അങ്ങനെ സംഭവിക്കാൻ ഇടയായി തീരും. പിന്നെ 125:4 വാക്യം, ഈ വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ്റെ ഒരു പ്രാർത്ഥനയാണ്. അവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത് ഗുണം ചെയ്യുന്നവർ അല്ലെങ്കിൽ ഹൃദയ പരമാർത്ഥതയോടെ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് വേണ്ടി ആ സങ്കീർത്തനക്കാരൻ്റെ ഒരു പ്രാർത്ഥനയാണ്. അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൊണ്ടുവരാൻ ഇടയായി തീരണം. നമ്മൾ അവർ ചെയ്യുന്നതിൽ നമ്മൾ അസൂയപ്പെടാനോ അല്ലെങ്കിൽ സങ്കടപ്പെടാനോ പോകേണ്ട കാര്യമില്ല. അവർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് നന്മ വരട്ടെ എന്നൊരു പ്രാർത്ഥന നമ്മളിൽ ഉണ്ടാവാൻ ഇടയായി തീരണം. പിന്നെ അതിന്റെ അവസാന വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, എന്നാൽ വളഞ്ഞ വഴിയിലേക്ക് തിരിയുന്നവരെ യഹോവ ദുഷ്പ്രവൃത്തിക്കാരോട് കൂടെ പോകുമാറാകട്ടെ, ഇസ്രായേൽ സമാധാനം വരുമാറാകട്ടെ. ഈ വാക്യത്തിൽ എനിക്ക് മനസ്സിലായത് ചില ആൾക്കാരുടെ സമാധാനത്തിന് വേണ്ടി ചിലപ്പോൾ ദൈവം കുറച്ചുപേരെ മാറ്റി നിർത്തിയേക്കാം. പക്ഷെ അത് താൽക്കാലികമായിരിക്കും. അത് അവർക്ക് ഏത് സമയം ദൈവത്തിലേക്ക് കടന്നു വരാൻ ദൈവം ഒരു അവസരം നൽകും. ഈ സങ്കീർത്തനത്തിൽ എന്നെ ചിന്തിപ്പിച്ച 2 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ യഹോവയിൽ ആശ്രയിക്കുന്നെങ്കിൽ ഒരിക്കലും കുലുങ്ങി പോകാൻ ഇടയായിത്തീരില്ല. ഏത് പ്രതിസന്ധി വന്നാലും നമ്മൾ സുരക്ഷിതമായിരിക്കും. 2, നീതിമാന്റെ അവകാശത്തിന്മേൽ ദുഷ്ടന്റെ ചെങ്കൽ ഒരിക്കലും ഇരിക്കയില്ല. അതിനെല്ലാം ആധാരം, അതായത് ഈ അവകാശമൊക്കെ ലഭിക്കണമെങ്കിൽ നമ്മളുടെ ബേസ് എവിടെയായിരിക്കണം? യേശു ക്രിസ്തുവിലായിരിക്കണം. ഈ വചനങ്ങൾ ദൈവം നിങ്ങളെ ഓരോരുത്തരും അനുഗ്രഹിക്കും.